കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമില്ലേ? ഇല്ല. എന്നെ വെറുതെ വിട്ടേക്കണേ എന്ന് കൈകൂപ്പി നിഷേധിച്ച് നിർമ്മല സീതാരാമൻ. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ ബിരുദദാന ചടങ്ങാണ് വേദി. കേന്ദ്ര ധനമന്ത്രിക്ക് പ്രധാനമന്ത്രി പദം ലഭിക്കട്ടെ എന്ന് NK പ്രേമചന്ദ്രൻ MP ആശംസ. അദ്ദേഹം ഇങ്ങനെ ആശംസിച്ചപ്പോൾ നിഷേധിച്ച് കൈകൂപ്പി ചിരിക്കുകയായിരുന്നു നിർമ്മല സീതാരാമൻ. ഈ വേദിയിൽ നടത്തുന്ന പ്രവചനമൊക്കെ സത്യമാകും എന്ന് ചൂണ്ടിക്കാണിക്കാൻ പഴയൊരു സംഭവവും പ്രേമചന്ദ്രൻ ഓർത്തെടുത്തു. മുൻപ് ധനമന്ത്രിയായിരുന്ന കാലത്ത് മൻമോഹൻ സിംഗ് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ കോളേജിൽ വന്നിരുന്നു. അന്നത്തെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഹെൻറി ഭാവിയിൽ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാൾ എന്നാണ് അദ്ദേഹത്തെ ആശംസിച്ചത്. അത് സത്യമായി. ഇപ്പോൾ ഇതേ വേദിയിലിരിക്കുന്ന ധനമന്ത്രിയും ഭാവിയിൽ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് NK പ്രേമചന്ദ്രൻ MP. വേണ്ട എന്ന് ആംഗ്യം കാണിച്ച് കൈകൂപ്പി നിർമ്മല സീതാരാമനും. ഫാത്തിമ മാതാ കോളേജിലെ ബിരുദദാന ചടങ്ങ് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ വളരെ സന്തോഷം തുളുമുന്ന ചില നിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയായിരുന്നു. വേദിയിൽ ചിരി പടർന്ന നിമിഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ശക്തമായ വനിതാ നേതാവാണ് നിർമ്മല സീതാരാമൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലപാടുകളിലെ കാർക്കശ്യം, പതറാത്ത മനസ്ഥൈര്യം, ഇതൊക്കെയാണ് നിർമ്മല സീതാരാമനെ ശ്രദ്ധേയാക്കുന്നത്. പലപ്പോഴും മാധ്യമപ്രവർത്തകരെ പോലും മറുചോദ്യത്താൽ നിശബ്ദരാക്കിയിട്ടുള്ള നിർമ്മല സീതാരാമൻ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് JNUവിൽ നിന്ന് PhD പൂർത്തിയാക്കിയത്. പിന്നീട് മൾട്ടിനാഷണൽ കമ്പനികളിലെ ഉദ്യോഗസ്ഥയായി പ്രവർത്തിച്ചു. 90കളുടെ അവസാനത്തോടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തി. അരുൺ ജെയ്റ്റ്ലിക്ക് തന്നെയാണ് പ്രതിരോധം എന്ന റിപ്പോർട്ടുകൾ അവസാന നിമിഷം പിന്തള്ളിയാണ് 2017 നിർമ്മല സീതാരാമനെ പ്രതിരോധ വകുപ്പ് ഏൽപ്പിക്കുന്നത്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയും മോദിയുടെ വിശ്വസ്തതയും ജെയ്റ്റ്ലിക്ക് പ്രിയങ്കരിയായതുമൊക്കെ അന്ന് നിർമ്മലയെ സുപ്രധാന വകുപ്പ് ഏൽപ്പിക്കുന്നതിനുള്ള കാരണങ്ങളായി. പലരും അങ്ങനെയാണ് വിലയിരുത്തിയത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആദ്യമായാണ് ഒരു വനിത പ്രതിരോധ മന്ത്രിയായത്. ആദ്യമായി മുഴുവൻ സമയം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും നിർമ്മല സീതാരാമന് സ്വന്തമാണ്. കർണാടകയിൽ നിന്നാണ് നിർമ്മല സീതാരാമൻ രാജ്യസഭയിലേക്ക് എത്തുന്നത്. കർണാടകക്കാർക്ക് വേണ്ടി അവരുടെ ഭാഷ പഠിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവർ കന്നഡ മണ്ണിന് പ്രിയങ്കരിയായി. BJP രാഷ്ട്രീയത്തിൽ സജീവമായ രംഗത്തുണ്ടായിരുന്ന ഭർത്താവ് പ്രഭാകർ ചിരഞ്ജീവിയുടെ പ്രജാരാജ്യം പാർട്ടിക്കൊപ്പം ചേർന്നപ്പോഴും നിർമ്മല BJPക്കൊപ്പം തന്നെ നിന്നു. നിർമ്മലയുടെ അക്കാദമിക് യോഗ്യതകൾ പരിഗണിച്ചാണ് വാണിജ്യ വകുപ്പിന്റെ അമരത്തേക്ക് എത്തിച്ചത്. വാണിജ്യ വകുപ്പിൽ നടത്തിയ മികച്ച പ്രകടനമാണ് നിർമ്മല സീതാരാമനെ പ്രതിരോധമേൽപ്പിക്കാൻ കാരണമായത് എന്നാണ് 2017 മന്ത്രിസഭ പുനഃസംഘടനാ സമയത്ത് മോദി പറഞ്ഞ വാക്കുകൾ. തിരുച്ചിറപ്പള്ളി സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് ബിരുദം നേടി. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. പ്രശസ്തമായ JNU ക്യാമ്പസിൽ വെച്ച് സ്വന്തം പ്രണയം കണ്ടെത്തി. 1970കളിൽ ആന്ധ്രാപ്രദേശിൽ മന്ത്രി പദവി വരെ അലങ്കരിച്ച വ്യക്തികളുള്ള കുടുംബത്തിലെ പരകാല പ്രഭാകർ പരകാല നിർമ്മലയുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ലണ്ടനിലായിരുന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഗവേഷണം. പഠനത്തിനു വേണ്ടി പണം കണ്ടെത്താൻ അക്കാലത്ത് റീജന്റ് സ്ട്രീറ്റിലെ ഒരു കടയിൽ സെയിൽസ് ഗേളായും ജോലി ചെയ്തിട്ടുണ്ട്. BBC റേഡിയോ തമിഴ് വിഭാഗത്തിൽ വിവർത്തകയായിട്ടുണ്ട്. അങ്ങനെയും ജോലി നോക്കി. പിന്നീടാണ് പ്രൈസ് വാട്ടർ ഹൗസിൽ അനലിസ്റ്റ് എന്ന പദവിയിലെത്തുന്നത്. ഇന്ന് ഭാരതത്തിലെ അതിശക്തരായ സ്ത്രീകളുടെ കൂട്ടത്തിൽ, കരുത്തയായ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിർമ്മല സീതാരാമൻ നിൽക്കുമ്പോൾ പിന്നിട്ട വഴികളിലെ ഈ കരുത്താർന്ന അനുഭവം തന്നെയാണ് അവരെ ഇത്രമാത്രം സ്ട്രോങ് ആക്കിയത് എന്ന് നിസ്സംശയം പറയാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.